അപ്പച്ചി അപ്പച്ചി തുടങ്ങിയല്ലേ എന്ത് വിശപ്പ്? എങ്ങനെ മനസ്സിലായി? ജനിച്ചപ്പോ തൊട്ട് കാണുകയാണല്ലോ, ഊഹിക്കാൻ വലിയ പാടൊന്നും ഇല്ല. ശരിയാ. എന്തെങ്കിലും ഉണ്ടോ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ? ചോറും കറിയുണ്ട്, മതിയോ? ചോറും കറി വേണ്ട, അത് കുറച്ച് ഹെവി അല്ലേ, കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട്. ഓ, മോൾ ഉദ്ദേശിക്കുന്ന കുറയ്ക്കാനായിരിക്കും അല്ലേ? ഐ ആം വെരി സോറി, ഇവിടെ ഒരു തേങ്ങയില്ല. എന്തോന്നപ്പച്ചി, ഒരു പോണി നിറച്ച് മിച്ചർ ഉണ്ടായിരുന്നില്ല. അത് നിന്റെ സെയിം അസുഖമുള്ള വേറൊരാളില്ലേ വീട്ടില്, തീർത്ത് രാമംഗള. യെസ്. ഇഷ്ടം ഫ്രിഡ്ജിനകത്ത് വല്ല ഇരിപ്പണ്ട? ഫ്രിഡ്ജിന്റെ അകത്ത് ഇന്നലത്തെ സാമ്പാർ, തോരൻ, പിന്നെ ഒരു തേങ്ങയുടെ പകുതി ഇരിപ്പുണ്ട്. ഉള്ള പറയല്ല അപ്പച്ചി. ഇത്രയും ദാരിദ്ര്യം പിടിച്ച വീട് ഈ കേരളത്തിൽ ഒരിടത്തുണ്ടാവും. അതെന്ത് എല്ലാ വീട്ടിലും നീ കയറിയാ പിങ്കി? ഹലോ, എവിടെ പോണേ? ഒരു മുറി തേങ്ങ കാര്യം പറഞ്ഞില്ലേ? ഓ, അതൊക്കെ അത് മാർവലസ് പീസ് തന്നെ കേട്ടോ. നിങ്ങളെന്തോ നീ കാണിക്കണേ? എന്ത് കഷ്ടം ഇതങ്ങളെ. അപ്പച്ചി, ഇത് എന്റെ തേങ്ങയാണ്. അപ്പച്ചി, അപ്പച്ചി സമ്മതിക്കില്ലല്ലോ. എന്താടി നോക്കപ്പച്ചി തേങ്ങ കറക്റ്റ് തിന്നോണ്ടിരിക്കണ. എന്തോന്ന് വിളിച്ചാ നിങ്ങള് മൂങ്ങ പോലെ തേങ്ങ തന്നോണ്ടിരിക്കുന്നത്? ഈ മൂങ്ങ. ഓഹോ, നിങ്ങക്ക് പക്ഷെ വല്ല ചോറ് കറിയും വെച്ചിവിടെ? എനിക്ക് വെച്ചേക്കണില്ലല്ലോ. പിന്നെയാണ് ഈ ചർട്ടയും കടിച്ചോണ്ടിരിക്കണ ഇവിടെ. ഞാൻ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വന്നപ്പോഴേ തേങ്ങ ഞാൻ അപ്പൊ തന്നെ എടുത്തു കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറ്റി എന്ത് കഷ്ടം നോക്കണേ. രാവിലെ ഇങ്ങനെ എന്റെ ഒരു പാക്കറ്റ് മിച്ചർ എടുത്തു, ഇപ്പൊ തേങ്ങ. പിന്നെ നിന്റെ മിച്ചർ നീ കൊണ്ടുണ്ടാക്കിയത് പോയി. ഈ വീട്ടിൽ ഞാൻ പട്ടണ എടുത്ത് ചാവിള് പോവാ. പട്ടണയാണെന്ന് ചാവണ ആരും നീ എന്നാ ചുമ്മാ ചിരിപ്പിക്കല്ലേ, വല്ല ഉളുക്കുമല്ലോ. കുട്ടിയെ പിടിച്ചോളാ, ഈ വീട്ടിലാരും പട്ടിണിടന്ന് ചാവാൻ ചിന്നു സമ്മതിക്കില്ല. അള്ളേ ഉണ്ട ശർക്കര, ഇത് നീ കാണിച്ച പന്നത്തര. എന്നിട്ട് ഉണ്ട ശർക്കര വാങ്ങിച്ചത്? വാങ്ങിച്ചല്ല, ഈ തേങ്ങ കൂട്ടി ഒരു പിടി പിടിക്കാൻ എനിക്ക് തരാത്തത് തെറ്റ്. എല്ലാം കേട്ട് നിങ്ങൾ ചിഹ്നം വിളിക്കൂ. ഞാൻ ചിന്നുവെന്ന് വിളിക്കാം, മതിയാ? ചളി താടി പിന്നെ ആണോ എന്നെ തിന്നത്തിട്ട്? നീ പിങ്കിയാണ്, നീ മങ്കിയാണ്. നാളല്ല കാളയെ പോലെ വളർന്നിട്ട് തേങ്ങ നിന്നോണ്ട് നടക്കാനായിട്ട്. ഞാൻ എന്ത് കാണിക്കണം? ഇവക്ക് ആക്രാന്ത മൂത്താണ്. ഇവളെ നിന്റെ അണ്ണന്റെ വീട്ടിലെ കംപ്ലീറ്റ് തേങ്ങ ചവിട്ടി പൊട്ടി തിന്ന് ശർക്കര നക്കിയിട്ട് അവള് ഇങ്ങോട്ട് വന്നത്. അവള് കൊഞ്ഞിനെ കുത്തിയോണ്ട് എനിക്ക് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല കേട്ടാ, പൊക്കള കയ്യും പോയി. നല്ലതാ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ആഹാരസ്ഥാനങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് തിന്നല്ലേ. എന്താ അതിന് പൊടിയും പൊട്ടൊക്കെ പിരുന്നാലേ ഇവിടെ ഉറുമ്പ് വരും. എന്റെ അപ്പോ ഉറുമ്പൊക്കെ കയറി വരണത് അതിന്റെ ഐശ്വര്യമാണ് കേട്ടാ. ശരി, സൂപ്പർ കേട്ടോ. നീ എന്തിനു തിന്നണ? തേങ്ങ ശർക്കര ആണോ? എനിക്ക് വേണ്ട. ഓക്കെ. മോളെ, അപ്പൊ പിന്നെ ശകലം എന്താ തിന്നു നോക്കട്ടെ. നേരത്തെ വേണ്ടെന്ന് പറഞ്ഞ കണ്ടപ്പോ ഒരു കൊതി മക്കളാ. ഓ ഇതാ ആണോ? സൂക്ഷിച്ചൊക്കെ കഴിക്കണം കേട്ടാ, ഉള്ള വല്ലും കൂടെ പൊഴിഞ്ഞു പോകും. പണ്ട് അപ്പം ഒരുപാട് ശർക്കരയും തേങ്ങയും കഴിച്ചു. പണ്ടെന്ന് പറയുമ്പോ എന്റെ ചെറുപ്രായത്തില്. ചെറുപ്രായത്തിലല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ കഴിക്കും, പക്ഷെ അതുപോലെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം വരും. എനിക്കും കൂടെ താ. ഇത്
കഷ്ടമുണ്ട് ദൈവമേ. അകത്ത് പോയി കഴിഞ്ഞ മോൻ, പുറത്ത് വന്നു കഴിഞ്ഞ അച്ഛൻ. മണിക്കൂട്ട മാമ പറഞ്ഞേ. മണിക്കൂട്ട മാമേ. മണിക്കൂട്ടനാ? ഓ മാമ. മാമന്റെ ചക്കരമോളന്തി, മാമന്റെ പഞ്ചാരമോളന്തി. എടി അതെ, നീ ഈയിടെയായിട്ട് അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ? ആഹാരം കഴിക്കില്ലെന്നാ ഇവിടെ വെക്കണ മുക്കാലും അവൾ എന്നെ തിന്നണത്. ഒന്ന് പോ മാമ. എനിക്കൊന്നും ഇവിടെ തിന്നാനൊന്നും പറഞ്ഞില്ല. ചുമ്മാ അവള് വെറുതെ പറയണത്. എന്തുവാ മാമ കടിക്കുന്ന? ചിരട്ടയോ? തേങ്ങ. നല്ല രുചി. ആ അതൊക്കെ വിട് മാമ. മാമ ഇത്ര നാൾ എവിടെ ആയിരുന്നു? അത് മാമനടി, മാമനെ ഗോകരണം വരെ ഒന്ന് പോയിട്ട്. ഗോകരണം. അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ കടലെടുത്ത് കിടക്കുകയായിരുന്നു. മാമൻ ഇതുവരെ ഈ കടലെടുത്ത് കിടക്കുന്ന സ്ഥലം കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ പോയത്. അടുത്ത പ്രാവശ്യം പോകുമ്പോഴേ ഉണ്ണിയപ്പൂരം കൂടെ ഒന്ന് കൊണ്ടുപോണേ. അങ്ങനാണേലേ ഞങ്ങൾ രണ്ടുപേരുടെ ഗോകരണത്തിൽ എന്നിട്ട് അങ്ങേരെ അവിടെ തള്ളിയിട്ട് ഞാനിങ്ങ് പോരാ. ഞാൻ വരണില്ല കേട്ടോ? വാ. ചാക്കിലെന്തേലും? അത് മാമ ഇച്ചിരി പച്ചക്കറിയാ വീട്ടിലുണ്ടാകാ. പിന്നെ ഇച്ചിരി കൊലയെല്ലാം കൂടെ കണ്ടിച്ച് ഇട്ടിട്ടുണ്ട്. നീ അകത്ത് കയറുന്നില്ലേ? ആ കേറുന്നു. ഡി ചാക്കട ചാക്കടക്കടി. പിടി പിടി മാമ. കേറുന്നില്ലേ? അല്ല, ഞാൻ സ്വപ്പ പണിയുണ്ട് ഭർത്താവ്. അങ്ങോട്ട് പോവാ. എന്തു ഇത്രയും വെയിറ്റ്? ആ കയറി. എന്തു ഇത്, നിനക്ക് ആരോഗ്യമൊന്നും ഇല്ലയോ? ആ കുഞ്ഞളിയാ. മണിക്കൂട്ടണ്ണ വാണ. അണ്ണാ എത്ര നാളായി കണ്ടിട്ട്? എവിടെയായിരുന്നു? എടീ, നിനക്കെന്നോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ വിളിച്ചെങ്കിലും ചോദിക്കുമായിരുന്നു ഫോണില്. അയ്യ ഞാൻ വിളിച്ചേട്ടാ ഫോൺ. എപ്പോ വിളിച്ചടി? അതിന് ഫോൺ റീചാർജ് ചെയ്യണം, അതാണ് കോൾ വരാറ്. അതുണ്ടല്ലോ മാമൻ ടൂറിലായിരുന്നു. ടൂറിലോ? കുട്ടികള ഭയങ്കര ടൂറാണല്ലോ. നമ്മളൊന്നും കൊണ്ടുപോയില്ല. അന്നാ വിശക്കുന്നില്ലേ? പിന്നെ ഭയങ്കര വശം. കഴിക്കെടുക്കട്ടാ? എടുക്ക്. വാ കൂടെ വാ. വിശക്കണം. വാ. കഴിയടി അങ്ങോട്ട്. കൊത്തിപ്പറക്കാൻ അങ്ങോട്ട് ഉരുട്ടി വിഴുങ്ങ്. പിന്നെ എന്തുകൊണ്ട് വിശേഷം? ഒരു തൃപ്തി ഇല്ല എനിക്ക്. ഓ, എന്നാലും വരുന്ന നേരത്തെ പറഞ്ഞത് നീ ആ ചിക്കൻ കറിയോ മട്ടൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കൂലായിരുന്നു? എന്റെ അപ്പച്ചി ചുമ്മാ തള്ളല്ലേ. അതല്ലാന്ന് എനിക്കും അറിയാടി. എന്തോ അണ്ണാ, ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലേ ഇതിനു മുന്നേ? അതുണ്ടാക്കി തന്നിട്ടുണ്ട്. എടി അതല്ല, ഞാൻ ഇപ്പൊ വന്നതെന്ന് പറഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട വിവരം പറയാൻ വേണ്ടി. അതെന്ന് പറഞ്ഞാലേ കഴിഞ്ഞ വർഷം നീ വന്നപ്പോഴേ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു? കാശ് വിമാതെ കൊണ്ടുവന്ന് ചെലവാക്കി കളയരുത്, ഏതെങ്കിലും ചിട്ടിക്കോ വാട്ടത്തിനോ ഒക്കെ ചേരണമെന്ന് പറഞ്ഞില്ലായിരുന്നു? നീ അത് പറഞ്ഞ പ്രകാരം ഞാൻ നമ്മുടെ ക്ലബില്ലയോ, യുവജന ക്ലബ്ബ്, ഞാനതിൽ മെമ്പറാ. അവർക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. ആ ചിട്ടി ഞാൻ ചേർന്ന് എന്തോന്ന് ചിട്ടി ചേർന്നിട്ട് അതിപ്പോ അടിച്ചു എനിക്കടിച്ചു. മാമന് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്ന? പിന്നെ ഈ കാടാറ് മാസം നാടാറ് മാസം എന്ന് പറഞ്ഞ് നടക്കുന്നേ എനിക്ക് എന്തിനാ കാശ്? അതെന്തൊരു വർത്താനൂടെ? കാശ് എല്ലാവർക്കും നല്ലത് തന്നെ, കയ്യിൽ കിട്ടുന്നു. എന്റെ കയ്യിലിരുന്ന ചെലവായി പോടി. ചെലവായില്ലെന്ന് പോലെ മൊത്തം വെള്ളമായി തന്നെ പോകും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്ത് ഈ കാശ് ഞാൻ എവക്ക് കൊടുക്കും. കൈ വെച്ചോടി. എനിക്കെന്താ ഇത്രയും കാശ്? ഈയിടെ ചുമ്മാ എന്റെ കയ്യിൽ ഇരിക്കട്ടെ, നിനക്ക് എന്തെല്ലാം ചെലവ് വരും? ചുമ്മാ ലാവിഷായിട്ട് ചെലവാക്കി എന്തോന്നാണ്? എൻജോയ് ചെയ്യേ. ഇരിക്കട്ടെ. നിന്റെ കയ്യിൽ വെച്ചരാ. അല്ല വേണ്ട മാമ, എവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ചിട്ടി ചേർന്ന്. നീ കൈ വെച്ചോടി. ഇടി നീ വെക്കും, എനിക്ക് ദേഷ്യം വരുവേ. എടി വാങ്ങിക്കടി ചിഹ്നം അങ്ങോട്ട്. ഒരാളെ സ്നേഹത്തോടെ തരണല്ലേ അല്ലേ? അതെ,
എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ മാമനോട് പറയടി, മാമൻ സാധിച്ചു തരാം. എനിക്ക് എബ്രോഡ് ഒന്ന് പോയി പഠിക്കണം. എങ്ങോട്ട്? എബ്രോഡ് എന്നുവെച്ചാ ഇവിടെ ഇരുന്നിട്ട് പഠിക്കാത്ത എബ്രോഡ് പോയി പഠിക്കാൻ പോണത്. അതെവിടെയാടി? തമിഴ്നാട്ടിലോ? അല്ല, ഇവക്ക് മറ്റെന്താ ഓസ്ട്രേലിയ, കാനഡ അവിടെ എങ്ങാണ്ട് പോയി ഓ, വിദേശ വിദ്യാഭ്യാസം. അതെ. വിഷമിക്കണ്ടാടി, അടുത്ത ഈട്ടി ഞാൻ നിന്റെ പേര് ചേരും. ആ കാശ് നിനക്കുള്ളതാ. ഓ, മാമ ഇനി എത്ര കാലത്തേക്കൊന്നും ആർക്കറിയാം. അല്ല അത് പോട്ടെണ്ണ, കാശ് എത്ര കിട്ടി? എടി ചിന്നു, നീ അണ്ണന് ചോറിട്ടോട്. മതി മതി, ചോറൊക്കെ എത്ര മതി. അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പൊ കഴിക്കണ്ട, നമുക്ക് രാത്രി കഴിക്കാം. നമുക്ക് നാടൻ കോഴി വാങ്ങിക്കാം. നാടൻ കോഴിയൊന്നും എനിക്ക് വേണ്ട. അണ്ണന്റെ വേണ്ട വേണ്ട വേണ്ട, നിർബന്ധിക്കരുത്. പിന്നെ ഈ ആടിന്റെ മസ്തിഷ്കം കിട്ടും. ആടിന്റെ മസ്തിഷ്കം, ബ്രെയിൻ ബ്രെയിൻ കിട്ടുമോ? അത് കിട്ടും, നോക്കാം. കിട്ടുകയാണെങ്കിൽ 2 കിലോ. 2 കിലോ? 2 കിലോ. 3 കിലോ? 3 കിലോ ഒന്നും വേണ്ട. എന്തിനാ 3 കിലോ? അങ്ങനെയാണേല് ഒരു 2 കിലോ ബ്രെയിനും പിന്നെ 1 കിലോ ലിവറും വാങ്ങിച്ചു. ലിവർ ആകുമ്പോ നമുക്ക് നല്ല പിന്നെ കുരുമുളകും ഒക്കെ പുരട്ടി നല്ല വറുത്തെടുക്കാം. തെറ്റാക്കാം. അതെ, ഞാനേ ടൗണിൽ വരെ ഒന്ന് പോവാ. വരുന്നോ നീ? പിന്നെ ഞാൻ പറഞ്ഞു കൈ കഴിയിട്ടെങ്കിലും പോ. ചിന്നേ, തൊള്ള 10 ലക്ഷം സെറ്റ്. ചിന്ന എന്താ എന്ത് തോന്നുന്നു കണ്ടിട്ട്? അല്ല, കഷ്ടപ്പെടണം തോന്നണം. നീ ഇവിടെ കഴുകുക, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ സെറ്റ് ഇട്ട് മിസ്റ്റർ റാം. യെസ്, പറയൂ. റാം തന്നെയാണോ അത്? അതെ, റാം തന്നെയാണത്. ചേട്ടാ സത്യം പറയാം, എന്ത് പറ്റിയോ? എന്ത് പറ്റാടി, നീ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടണ കാണുമ്പോഴേ അത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത്ര പെട്ടെന്ന് ദൈവം പാത്രക്കാൻ തോന്നുന്നു ഇതിനകത്ത്. അല്ല, ചേട്ടന്റെ ആ മനംമാറ്റം പെട്ടെന്ന് ഞാൻ ആലോചിക്കുമ്പോഴേ നീ ചുമ്മാ ഇങ്ങനെ പാത്രം തേച്ച് ചോറും ഉണ്ടാക്കി കറിയും വെച്ച് വിളമ്പി പിന്നെ പാത്രം കഴുകി നടന്നാൽ മതി. എന്ത് വേണം? ഇടയ്ക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടി. എന്റർടൈൻമെന്റ്? ഓ, അതായത് ഇപ്പൊ നിനക്ക് കടയിൽ പോകണം തോന്നുമ്പോ കടയിൽ പോകണം, സിനിമ കാണാൻ തോന്നുമ്പോ സിനിമ കാണണം എന്നൊക്കെ പോണമെങ്കിൽ എന്ത് വേണം? ആദ്യം നിന്നെ സഹായിക്കുക ഒരു വേലക്കാരി വേണം തന്നെ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേലക്കാരിയാ നിർത്തണം. പക്ഷെ അത് പ്രത്യേക ഉദ്ദേശത്തിലല്ല. നീ ഒരു 10-60 വയസ്സായ ഒരു ആന്റിയെ നിർത്തിക്കും. നിന്റെ ആ ഒരു സന്തോഷവും സുഖത്തിനു വേണ്ടി ഞാൻ പറഞ്ഞു. അതുപോലെ വെളിയിൽ സിനിമയ്ക്ക് പോകണം, ഡ്രൈവർ വണ്ടി എടുക്കും എന്ന് പറയുമ്പോൾ ഒരു വണ്ടി ഡ്രൈവറൊക്കെ വേണ്ടി. ആഗ്രഹമുണ്ട്. ആഗ്രഹമാണ് ആദ്യം വേണ്ടത്, അപ്പം എല്ലാം നടക്കും. ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒരു നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആര്? ഞാൻ. എന്ത് സ്റ്റാർട്ട് ചെയ്യണം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു മുതൽ മുടക്ക്, അതായത് ക്യാപിറ്റൽ മണി. അതിനുവേണ്ടി നല്ലൊരു ഇൻവെസ്റ്റർ വേണം. ഇൻവെസ്റ്റർ, പാർട്ട്ണർ. നീയാണ് എന്റെ പാർട്ട്ണർ. അപ്പൊ ഞാൻ പറഞ്ഞു വരണെന്ന് പറഞ്ഞ നമ്മളെ മണിക്കുട്ടണ്ണെ കനത്തിലൊരു ചെക്ക് തന്നു. അത് നീ തന്ന നമ്മൾ അപ്പൊ തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടക്ക് 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 കയറി പോകും. എന്ത് പറയും? അതിന്റെ അരങ്ങേറ്റമായിരിക്കും ഇവിടെ കുറച്ച്. ഏതിന്റെ അരങ്ങേറ്റം? അതിന്റെ അരങ്ങേറ്റം നമുക്ക് ഇവിടെ പറ്റില്ലല്ലോ. ക്യാഷ് തന്നാലേ നമുക്ക് അരങ്ങേറാൻ പറ്റുള്ളൂ. അങ്ങനെ ഏത് നല്ല അലുവ മോട്ടോളിന്ന് കൈയിടും ഇറങ്ങി. പിന്നെ അല്ലാതെ ഓരോ ഉടായ്പും കൊണ്ട് വന്നപ്പോഴേ ഞാൻ മനസ്സിലാക്കണമായിരുന്നു ഇങ്ങനെ എന്തോ ഒന്ന് ആ മനസ്സിന്റെ അകത്ത് കിടന്ന് പുഴുക്കണുണ്ടെന്ന്.
പുഴുക്കണല്ലോ, ഇത് ഒരു പ്ലാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഇപ്പൊ പ്ലാൻ ചെയ്യണ്ട. ആ ചെക്കില് നിങ്ങളൊന്നും പ്ലാൻ ചെയ്യണ്ട കേട്ടാ. നീ ആ ചെക്ക് തരുന്നു, നമ്മൾ ആ ബിസിനസ് തുടങ്ങുന്നു, പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ ചെക്ക് തരുന്നില്ല, ചേട്ടൻ ബിസിനസ് തുടങ്ങുന്നില്ല, ഞാൻ ഇവിടെ പാത്രം വെച്ചോളാം. ഇറങ്ങ. പൈസ ആടി. ഇല്ല, ഇറങ്ങ. നിനക്കെന്തിനാ പൈസ? എന്തിനെങ്കിലും പൈസ ആടി. ഓ കാശപ്പം കിട്ടിയില്ലല്ലേ? കിട്ടിയില്ലെന്ന് മാത്രമല്ല അച്ഛൻ, ഇനി ചോദിച്ചോണ്ട് പോയ തലയടിച്ച് പൊട്ടിക്കുമെന്നാണ് അവള് പറയുന്നത്. നന്നായി, നിനക്ക് അങ്ങനെ തന്നെ കാണും. മനുഷ്യനെ ഒരു രീതിയിലും നന്നാവാൻ പച്ച പിടിക്കാനൊന്നും ആരും സമ്മതിക്കില്ലല്ലേ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം. ട്രാക്ക് മാറ്റണം. എന്നെ പിന്നല്ല, എനിക്ക് വേറെ അച്ഛയില്ലല്ലോ. അപ്പ ഞാൻ അപ്പാന്ന് വിളിക്കണ മോനല്ലേ നീ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഗൾഫിൽ പോയിട്ട് വന്ന് ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞിരിക്കണ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം അത് അച്ഛൻ കാണിച്ചു തരണം. എടാ, ഞാൻ എന്തിനു കാണിച്ചു തരാൻ? ഞാൻ കാണിച്ചു തരണമെങ്കിൽ ഇതാണ്ട് ഈ സ്പാനറും സ്കൂട്ടറും ഇതൊക്കെ ഉള്ളൂ, അല്ല വേറെ ഒന്നും എൻ്റെ ഇല്ല. അല്ല അച്ഛൻ എനിക്ക് സഹായിക്കാൻ ഒരു മനസ്സുണ്ട്. മനസ്സുണ്ട്. ആ അപ്പ അച്ഛൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ മണിക്കൂട്ട് അണ്ണൻ കൊണ്ടുവന്ന പൈസ ചിന്നുന്റെ കയ്യിലുണ്ട്, അത് എനിക്ക് എങ്ങനെയും വാങ്ങിച്ചു തരണം. വാങ്ങിച്ച് തന്ന എനിക്ക് അച്ഛൻ്റെ അടുത്ത് എപ്പോഴും കടപ്പെട്ടിരിക്കും. അല്ലാതെ നിനക്ക് നന്നാവണം എന്നുള്ള ചിന്തയില്ല. അയ്യോ നന്നാവും അച്ഛാ. ഇത് നമുക്ക് മറ്റേ പഴയ ട്രാവൽസ് തുടങ്ങാന്ന്. ട്രാവൽസാ? ഓ, എന്റെ ട്രാവൽസിന്റെ പേരെന്തോ അച്ഛൻ അറിയാം? ഇല്ല. ഉണ്ണീസ് ട്രാവൽസ്. ആ അത് കൊള്ളാം. വണ്ടികൾ വേണ്ടേടാ? വണ്ടികൾ വേണം, അതിനല്ലേ ആ പൈസ. ആ പൈസ നമുക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി ലോണിൽ വണ്ടി ഇറക്കാമല്ലോ. ഓ അത് കൊള്ളാം. പച്ച സംസാരിക്കൂ. ഞാൻ സംസാരിക്കാം. എന്നാ പിന്നെ വാച്ച നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ പോവാം. ഇതൊന്ന് ശരിയായിക്കോട്ടെ, ശരിയാക്കിക്കോട്ടെ. ഡേയ് ഇത് പിടി പറഞ്ഞുതരാം. ആ നട്ട് ഓർത്ത് ഇതെല്ലാം ഒന്ന് ടൈറ്റ്. ഞാൻ ഓ ടൈറ്റ് ചെയ്യടാ. ചോദിക്കണം, ചോദിക്കാം, നീ ടൈറ്റ് തീർന്നിട്ട് അങ്ങോട്ട് പോവാം. ഇന്നലെ തൊട്ട് മാമ ഈ കാര്യം പറഞ്ഞ് എന്റെ പുറകെ നടക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു രാമേണ്ട കൈ ഓട്ടക്കൈയാണെന്ന്. മക്കളെ, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അവന് പൈസ കൊടുത്ത് സഹായിക്കാം. അപ്പൊ എന്തൊക്കെ പ്ലാനുകൾ ആലോചിച്ചൊന്നും നടക്കുകയാണ്. എന്തായാലും ഈ പ്രാവശ്യം ഒന്ന് പോകണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. മാമൻ പറഞ്ഞോണ്ട് ഞാൻ കൊടുക്കാം. ഒരു മക്കളെ പോട്ട് പാവമില്ലേ, ഇവിടെ എല്ലാം ഓടി തിരിഞ്ഞ് നടക്കുകയാണ്. എന്തൊക്കെ ചെയ്യണോ? ശരി ശരി മാമ, കൊടുക്കല്ലേ? ഇനി ചിന്ന പൈസ തരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അറിയാം നിന്റെ ഭാര്യ സമ്മതിക്കുന്നു. ചേട്ടാ ഇതെന്തോന്ന് കയ്യില്? നമ്മൾ ട്രാവൽസിന് വേണ്ടി എടുക്കാൻ പോണ വണ്ടികളുടെ ബ്രോഷർ. ഒരുപാട് പൈസ ഈ വണ്ടിയൊക്കെ എടുത്താ എന്ത് പൈസയിൽ നമ്മളായിരിക്കണത്, ബാക്കി എത്രയാണെങ്കിൽ നമുക്ക് ലോൺ അല്ല. മകളെ, നമ്മുടെ ട്രാവൽസിന്റെ പേരെന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തോന്നു? ഉണ്ണീസ് ട്രാവൽസ്. അതെന്തോന്നു ചേട്ടാ? ഇൻവെസ്റ്റർ ഞാനും പേര് അച്ഛൻ്റെ. നമുക്കൊരു കാര്യം ചെയ്യാം, ചിന്നൂസ് ട്രാവൽസ്. അതെന്താ ഈ ഇടയ്ക്ക് നീ മാറ്റണതിന്? നീ എന്റെ പേരല്ലേ ആദ്യം കൊടുത്തത്? അത് പിന്നെ ഇപ്പം നീ പൈസ കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ അല്ല ഉണ്ണീരെ അത് ചിന്നുവിന്റെ ഉച്ചീസ്. എന്നാ പിന്നെ അച്ഛന്റെ ചിന്നുവിന്റെ ഉന്നൂസ് ട്രാവൽസ് ആക്കിയല്ല. അതെന്തൊരു പേരുടെ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പേര്. മകൾക്ക് ഇഷ്ടപ്പെട്ട നല്ല പേര്. എനിക്ക് ആ പേര്. മക്കളെ, ഐശ്വര്യമായിട്ട് പൈസ അങ്ങെടുത്തോളൂ. അതൊക്കെ ഞാൻ സമയം പോലെ കൊടുത്തോളാം. മറ്റേടാ, ഞാൻ നോക്കട്ടെ കാറിന്റെ ഫോട്ടോ. ഞാൻ നോക്കിക്കോളാം. പൈസ അച്ഛന്നല്ലേ എന്നെ അച്ഛൻ കാണിക്കുന്നത്.
സിനിമ ഇതോ, ആ എന്ത്? കാശ് എടുത്തതാടി. ഓ, കാശ്. അങ്ങനെ ഛോ, എന്തൊരു മയം, എന്തൊരു സോപ്പ്, എന്തൊരു പറ. അങ്ങ് ഒഴുകുകയാണ്. അല്ലെങ്കിൽ ചൊറിയാനും കളിയാക്കാനും മാത്രം അവതരിക്കുന്ന ഒരു ജന്മം. ഇപ്പൊ കാശ് വേണം. നീ പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട്. യ്യോ, കണ്ണിലോട്ട് നോക്കാൻ വയ്യ, നാണം. അടക്ക്. ഓ, എടുത്തെറിഞ്ഞല്ല. സന്തോഷായ? പിന്നെ താങ്ക് യു. ഓക്കെ. ഓ, ഉം. ഇത് ഇത് ചെക്ക്. അല്ല മറ്റേത് ഇവിടെ വേറെ ഒറ്റ ചെക്കല്ലേ ഉള്ളൂ. ഒറ്റ ചെക്കേ ഉള്ളു. ഓ, അല്ല ഇതിൽ എത്ര എഴുതിയിരിക്കണം? ഇതിന് 10 രൂപയില്ലേ? ഇങ്ങോട്ട് നോക്കട്ടെ. ആ, 10 രൂപ ഉണ്ടല്ലോ. എന്താ ചേട്ടാ? അല്ല അപ്പൊ ബാക്കി 9,90,000 രൂപ. 9,90,000 രൂപയാ? ഓ, ചേട്ടൻ ചേട്ടാ പ്രാന്താ. മണിക്കൂട്ടാണ് എന്റെ 10 രൂപയാണ് ചിട്ടി വീണത്. ആ പൈസ എനിക്ക് തന്ന, അത് ഞാൻ നിങ്ങൾക്ക് തന്നു. 10,000. ഓ, 10,000 രൂപ. സന്തോഷായ? പിന്നെ നീ ഇപ്പൊ രാമേന്റെ ബിസിനസ് ഒക്കെ നടക്കുമല്ലേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു ചേട്ടാ. ഈ ട്രാവൽസ് നടത്താൻ 2 കാറ് മതിയാ? മിനിമം ഒരു 4 കാറെങ്കിലും വേണ്ടേ? 4-5 കാർ വേണ്ടി. ആണ് ഞാൻ ആലോചിച്ചു ചേട്ടാ. അങ്ങനെ പ്ലാൻ ചെയ്യേ. 2 കാർ വെച്ച് ശരിയാവൂല. കാർ എടുക്കാൻ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? കൊണ്ടുപോവാ. കൊണ്ടുപോകും. എപ്പോ പോവും? ഉടനെ പോവാം. ഇപ്പൊ പോവും? ഓ, ഇന്ന് പോവും? ഇന്ന് പോവും. റെഡി ആവട്ടാ? എല്ലാത്തിനും റെഡിയാവാൻ പറ. പൗഡറൊക്കെ ഇട്ട് നിൽക്കാൻ പറ. ഞാൻ പറഞ്ഞിട്ട് തരാം. കുളി